ഇന്ന് നല്ല ചൂടുള്ള അപ്പവും ഒരു വറുത്തരച്ച ചിക്കൻ കറി ആയാലോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം, ഏലക്ക, കറിവേപ്പില വേണം, തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മല്ലിയില, വറ്റൽമുളക്. നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കറിവേപ്പിലയും ഞാൻ എടുത്ത ഒരു 5 ഏലക്കയുണ്ട്, അത്, ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ചിക്കൻ വേവിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കറിവേപ്പിലയും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കിഴുകി വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടെ ചേർത്തിളക്കാം. വറവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഞാനിവിടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വറ്റൽമുളകും കറിവേപ്പിലും, ഇത്രയും സാധനങ്ങൾ നമുക്ക് വറവ് തയ്യാറാക്കാം. നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.